ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം മാളൂട്ടി. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്ന് ഞാൻ ചെറിയൊരു പരീക്ഷണത്തിലാണല്ലോ. ഇന്ന് യൂട്യൂബ് നോക്കി ഒരു ചുരിദാർ അടിക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് ഞാനിപ്പോൾ യൂട്യൂബ് നോക്കി 2 ചുരിദാറൊക്കെ അടിച്ചു കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ കിട്ടിയപ്പം നല്ലൊരു തുണിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തയ്യലിൻ്റെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. സൈഡുകളൊക്കെ ഇങ്ങനെ ഷേപ്പ് അടിക്കാനോ ചെറിയ തലോണയുടെ സൈഡുകൾ അല്ലെങ്കിൽ കർട്ടൻ അങ്ങനെയൊക്കെ അടിക്കാനോ അറിയുള്ളായിരുന്നു കേട്ടോ. വെട്ടാനോ അത് എങ്ങനെയാണ് തയ്ക്കണേ അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോകൾ നോക്കി കണ്ട് പഠിച്ചതാണ് കേട്ടോ വെട്ടാനും തയ്ക്കാനും ഒക്കെ. അപ്പോൾ കുറേ വീഡിയോകൾ നോക്കിയിട്ട് എല്ലാം ഒന്നും നമുക്ക് ക്ലിയർ ആവണമെന്നില്ല. എനിക്കിഷ്ടപ്പെട്ടത് ഈ ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു ചാനലാട്ടോ. അതിൽ ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്ന ആൾ നമ്മൾ ടീച്ചറിന് വിളിക്കണമല്ലോ. അപ്പോൾ അതിൽ നന്നായിട്ട് ആ ടീച്ചർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ ഞാൻ കാണുന്ന വീഡിയോ ഒക്കെ നല്ല വ്യക്തമായിട്ട് എനിക്ക് മടക്കാനൊന്നും അറിയത്തില്ലായിരുന്നു തുണി എങ്ങനെ ഇടണേന്നൊന്നും. പക്ഷെ അതിനകത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഒരു ചെറിയ കാര്യം പോലും വിട്ട് അവർ പറയാതെ എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു 5 തവണയെങ്കിലും വീഡിയോ കണ്ടിട്ടാട്ടെ ഞാനൊന്ന് മടക്കാൻ പഠിച്ചത് തന്നെ. എനിക്ക് എല്ലാം പഠിക്കാൻ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. പക്ഷെ കുറേ നേരത്തിന് ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ കൂടാതെ ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചാണ് കേട്ടോ വെട്ടുന്നതൊക്കെ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇത് പഠിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടും വെട്ടണ സമയത്തൊക്കെ കണ്ടുകൊണ്ട് കേട്ടോ സംശയമൊക്കെ തീർത്ത്. കാരണം പുതിയ തുണിയിൽ തയ്ക്കുന്നത് ഒരുപാട് സമയം എടുത്താട്ടോ ഇത്രയും തന്നെ ഞാൻ ചെയ്തത്. കാരണം ഓരോ സമയം എടുക്കുമ്പോഴും എനിക്ക് ഡൗട്ട് വെട്ടിപ്പോയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ അംബർല കട്ടിങ് ആട്ടോ ഇന്ന് തയ്ക്കുന്ന. അംബർല കട്ടിങ്ങിൽ ഒരു ടോപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ടിൽ യോക്ക് ഭാഗം ഇത് വെച്ച് ചെയ്യണം. ആദ്യം ഞാൻ ഫുള്ളായിട്ട് യോക്ക് ഇതെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് അതിനേക്കാളും ഫ്രണ്ടിൽ മാത്രം ഒരു പീസ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ വെട്ടിയെടുത്തു കേട്ടോ ഒരുവിധം. ഇതാണ് എൻ്റെ തയ്യൽ മെഷീൻ. സൈഡുകൾ അടിക്കാനും ഒന്ന് ഷേപ്പ് അടിക്കാനും പിന്നെ നമ്മുടെ പുതിയ തുണികളൊക്കെ അധികം ഇടാതെ കീറി പോകുമ്പോൾ നമ്മൾ കൈ വെച്ച് തയ്ച്ചാലും അത് നിൽക്കത്തില്ല, പാൻറ്റിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് മെഷീൻ മേടിച്ചത് കേട്ടോ, തയ്യൽ അറിയില്ലെങ്കിലും. അപ്പം മേടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല തയ്ക്കണം എന്നൊക്കെ. അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ട് പഴയ തുണികളിലൊക്കെ അടിച്ചതൊക്കെ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയപ്പോൾ പുതിയ തുണിയിൽ അടിക്കാമെന്ന് വിചാരിച്ചിപ്പോൾ അടിക്കുന്നതാണ്. ആദ്യമേ തന്നെ ലൈനിങ് എല്ലാത്തിൻ്റെയും നല്ല തുണിയോട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട്, കാരണം അതെല്ലാം കൂടെ വെച്ച് അടിക്കൽ എനിക്കറിയില്ല. അങ്ങനെ എല്ലാ പീസും ഞാൻ യോജിപ്പിച്ച് വെച്ചു കേട്ടോ. കയ്യിൽ ഞാൻ യോക്കുപാട്ടിന് വെച്ചൊരു പീസ് കയ്യിലും സ്റ്റിച്ച് ചെയ്തായിരുന്നു. അപ്പോൾ യൂട്യൂബ് നോക്കി ഇങ്ങനെ തയ്യൽ നമുക്ക് പഠിക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കാണുന്ന വീഡിയോയിൽ ഇഷ്ടംപോലെ ആളുകൾ തയ്ക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടണം കണ്ടു കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് ഇടാനായിട്ട് തയ്ക്കാനായിട്ട് ഇങ്ങനെ പഠിച്ചെടുത്ത് ചെയ്യാൻ സാധിക്കും. നല്ല ക്ലാസ്സുകളാണെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തയ്ച്ച് കഴിഞ്ഞു. ഇതാണ് എൻ്റെ ലുക്ക്. സെറ്റായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഇട്ട് കഴിയുമ്പോൾ അഭിപ്രായം പറയുമ്പോഴായിട്ട് എനിക്ക് ഓക്കെ ആയിരുന്നു തോന്നണേ. ഇട്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. ഇതാണ് അവസാനത്തെ ലുക്ക്. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഈ ഒരു ചുരിദാർ തയ്ക്കുന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.